ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അന്നേരം ഇന്നൊരു സിനിമയ്ക്ക് പോകുന്ന വെച്ചു. ഇപ്പോൾ നൈറ്റാണ് സിനിമയ്ക്ക് പോകുന്നത്. നമ്മൾ ഇന്ന് സെക്കൻഡ് ഷോ കാണാനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ റെഡിയായി നമ്മളിത് കാറിൽ കയറി. അങ്ങനെ പുനലൂരാണ് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ പുനലൂരെത്തി. നമ്മുടെ കൂടെ അമ്മയുണ്ട്, അതായത് ഏട്ടൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്. അത് ഞാൻ ഏട്ടനെ കാണിക്കുന്നുണ്ട്. ഏട്ടനാണ് കാർ ഓടിക്കുന്നത്. അങ്ങനെ ബാക്കിൽ അമ്മ ഇരിപ്പുണ്ട്. ഇരുട്ടായതുകൊണ്ട് അമ്മയെ കാണുന്നില്ല. അങ്ങനെ ദേ അവിടെ എത്താറായിട്ടുണ്ട്. പുനലൂർ ടൗണാണ്. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഡി മാളിലാണ് കേട്ടോ. നമ്മുടെ പുനലൂരുള്ള ഡി മാളിലാണ് സിനിമ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ 9:30 ഷോ തുടങ്ങുന്നത്. സെക്കൻഡ് ഷോ ആണ് പോകുന്നത് കേട്ടോ. അപ്പം നല്ല തിരക്കായിരുന്നു. അന്നൊരു സിനിമ ആദ്യത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്മയെ അത് ഏട്ടൻ നോക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നുണ്ട്. 9:30 ആയിട്ടുണ്ട് സമയം. ഇപ്പം ഫസ്റ്റ് ഷോ കാണാൻ പോയവരെല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ രാത്രിയിലൊക്കെ സിനിമ കാണാൻ പോകുന്നത് ഒരു പ്രത്യേക സുഖമാണല്ലോ. നമ്മൾ അത് പ്രത്യേകിച്ച് സെക്കൻഡ് ഷോ കാണാൻ പോകുന്നതാണ് നല്ല സുഖം. രാത്രി 12:30 വരെ ആണല്ലോ നമ്മുടെ സെക്കൻഡ് ഷോ. അങ്ങനെ ഏട്ടൻ ഫ്രണ്ടിൽ നല്ല പെട്ടെന്ന് തന്നെ നടന്നു പോകുന്നുണ്ട്. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറി പോകാമെന്ന് വെച്ചു, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവുമല്ലോ. അങ്ങനെ ഇതാ അമ്മ കേട്ടോ, ഏട്ടൻ്റെ അമ്മയാണിത്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ വന്നിറങ്ങി വീണ്ടും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. സെക്കൻഡ് ഷോയ്ക്ക് നല്ല ഫുള്ളായിരുന്നു. നല്ല തിരക്കായിരുന്നു. സിനിമ അന്ന് റിലീസായതേ ഉള്ളായിരുന്നു. ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ കാണാനാണ് നമ്മൾ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി. മലയാളി ഫ്രം ഇന്ത്യ, അതാണ് നമ്മുടെ സിനിമ. അപ്പം ഇന്ന് റിലീസായതേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഏട്ടൻ ഫോണിൽ പടം തുടങ്ങിയില്ലായിരുന്നു. അപ്പം ഏട്ടൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരുമാതിരി കേട്ടോ, ഭയങ്കര കളറ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി സിനിമയായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരിക. അങ്ങനെ അടിപൊളി പടമായിരുന്നു. കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ. അങ്ങനെ എനിക്ക് പകുതി മുക്കാൽ ഉറക്കം വന്നു. ഓക്കെ, ടാറ്റാ, ബൈ.